ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്ത് അക്ഷരയെ കാണാൻ വേണ്ടി പോകാൻ ഒരുങ്ങുമ്പോഴാണ് പ്രിയയുമായിട്ട് സംസാരിക്കുന്നത്. എന്നിട്ട് പ്രിയോട് പറയാണ്, നിനക്കും ദേവികയ്ക്കും കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. എനിക്കിട്ട് ഇന്നലെ രാത്രി പണിയാൻ നോക്കിയതിന് നിങ്ങൾക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാണ് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഒരു സൂചന കൊടുത്തിട്ട് പോകുമ്പോൾ ഒരു സംശയം വരികയാണ്. അപ്പോൾ ശരത്ത് ദേവിക ചേച്ചിക്കെതിരെ എന്തോ ഒരു കെണി ഒപ്പിക്കാൻ പോവുകയാണെന്നുള്ളത് മനസ്സിലാവണം. അങ്ങനെ ശരത്ത് പോയി കഴിഞ്ഞ ശേഷം ദേവികയുടെ അടുത്തേക്ക് ചെന്ന് പ്രിയ പറയുകയാണ്, ശരത്ത് ചേച്ചിക്കെതിരെ എന്തോ ഒന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അവൻ എന്നോട് പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും എനിക്കെതിരെ പണിയാൻ നോക്കിയതിന് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾക്കുള്ള പണിയുമായിട്ടാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് മരുന്നൊക്കെ കരുതി വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. അതിനർത്ഥം നമ്മളെ അവൻ എന്തോ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നല്ലേ ചേച്ചി? അപ്പോൾ ദേവിക പറയാണ്, അവൻ അങ്ങനെ പലതും പറയും. അവൻ ഇതിനു മുന്നും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അവൻ എന്ത് ചെയ്താലും അതൊന്നും എനിക്കൊരു വിഷയവുമില്ല എന്ന് പറഞ്ഞ് ദേവിക എല്ലാം നേരിടാനുള്ള തയ്യാറെടുപ്പോടെയാണ് നിൽക്കുന്നത്. പിന്നീട് സിദ്ധു രംഗനോട് പറയണ്, അല്ല ഇവിടെ എന്താ ഒരു കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ? അത് കേട്ടും കൊണ്ടാണ് ചന്ദ്ര വരുന്നത്. അപ്പോൾ ചന്ദ്ര പറയണ, അതെൻ്റെ വയറ് കത്തുന്ന മണമായിരിക്കും. കാരണം നേരെ ചൊവ്വ ആഹാരം കഴിച്ചിട്ടിപ്പോൾ എത്ര ദിവസമായി. എന്നെ അത്രയ്ക്കധികം കഷ്ടപ്പെടുത്തുകയല്ലേ ഇവിടെയുള്ളവരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സിദ്ധം പറയണ, അതൊന്നുമല്ല, ഇതെന്തോ ഡ്രസ്സ് കരിയുന്ന മണമാണ്. അപ്പോൾ ചന്ദ്ര പറയാം, അത് അടുത്ത വീട്ടിൽ നിന്ന് എവിടെന്നെങ്കിലും ആയിരിക്കും. അപ്പോൾ സിദ്ധു പറയണ, അടുത്ത വീട്ടിൽ കരിയുന്നതൊക്കെ ഇവിടേക്ക് മണം വരുമോ? അതൊന്നും ആയിരിക്കില്ല. നിന്റെ വല്ല ഡ്രസ്സ് എന്തെങ്കിലും കത്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നീ കുറച്ച് നേരത്തെയല്ലേ അയൺ ചെയ്തിരുന്നു എന്ന് രംഗം ചോദിക്കുമ്പോൾ, അത് ഞാൻ അയണൊക്കെ ചെയ്തിരുന്നു, പക്ഷെ ഞാനതൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട്. അല്ല, നീ ഒന്ന് പോയി നോക്ക്, കാരണം നിൻ്റെയാണ് ഡ്രസ്സ്. പിന്നെ നിൻ്റെ ഡ്രസ്സ് കരിഞ്ഞു പോയാൽ എനിക്കൊരു പ്രശ്നവുമില്ല, നിനക്ക് തന്നെയാണ് അത് ദോഷം ചെയ്യുക. അത് കേട്ടപ്പോൾ ഒരു സംശയം വരികയാണ് ചന്ദ്രയ്ക്ക്. അങ്ങനെ ചന്ദ്ര പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഓടിപ്പോവാണ് കേട്ടോ. അപ്പോൾ പ്രേമയാണെങ്കിലോ ചന്ദ്രയുടെ പുതിയ ഡ്രസ്സിലായിരിക്കും സിരിപ്പെട്ടി ഓൺ ചെയ്ത് ആരും കാണാതെ മാറി നിൽക്കുന്നത്. അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടി സംസാരിക്കുന്നതൊക്കെ പ്രേമ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പുഞ്ചിരിക്കുകയാണ്. അവൾക്കിട്ട് വീണ്ടും പണി കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ ചന്ദ്ര പെട്ടെന്ന് തന്നെ ആ ചുരിദാർ എടുത്തുകൊണ്ട് താഴേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് സിദ്ധുവിനോട് പറയുന്നത്, ദേ ഞാൻ ഈ ചുരിദാർ അയൺ ചെയ്ത് വെച്ചതാണ്, എന്നിട്ട് സ്വിച്ച് ഓഫ് ആക്കിയതാണ്, പക്ഷേ കണ്ടില്ലേ, ഇത് മനഃപൂർവ്വം ആരോ കരിയിച്ചതാണ്. അപ്പോൾ സിദ്ധു പറയണ, കണ്ടില്ലേ, നിൻ്റെ അശ്രദ്ധ കുറവ് തന്നെയാണ്. നീ സ്വിച്ച് ഓഫാക്കിയെന്ന് നീ കരുതി, പക്ഷേ നീ സ്വിച്ച് ഓഫാക്കിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കത്തിയത്. അപ്പോൾ പ്രേമ അപ്പോഴത്തേക്കും വന്നിട്ട് അത് വാങ്ങുകയാണ്. എന്നിട്ട് പ്രേമ അതിലൂടെ ഇങ്ങനെ ചന്ദ്രയെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൊള്ളാലോ. അപ്പോൾ സിദ്ധു പറയണേ, നിൻ്റെ അശ്രദ്ധ കുറവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നിന്നോട് ഞാൻ പറഞ്ഞതാണ് എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ട് എന്ന്. അപ്പോൾ നിനക്ക് ശ്രദ്ധയുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രസ്സ് ഇപ്പോൾ കരിഞ്ഞത്. അപ്പോൾ ചന്ദ്ര പറയണേ, ഞാൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് തന്നെയാണ് വന്നത്, ഇത് ആരോ മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പോൾ രംഗം പറയണേ, ഞാൻ എന്തായാലും അവിടേക്ക് പോയിട്ടില്ല. എന്നിട്ട് പ്രേമയെ ചന്ദ്ര നോക്കുകയാണ്. മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ്. അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ വന്ന് പറയണ, മോളെ, നിന്നെ ദ്രോഹിച്ചിട്ട് ഇവിടെ ആർക്കും ഒന്നും കിട്ടാനില്ല. അപ്പോൾ ചന്ദ്ര പറയണ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, നിങ്ങൾക്കല്ലല്ലോ നഷ്ടമായത്, എനിക്കല്ലേ. അപ്പോൾ സിദ്ധു പറയണ, പോയത് പോയി, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടോ കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് ചന്ദ്ര പറയണ, ഇതിനൊക്കെ ഒരു ദിവസം ഞാൻ തിരിച്ചടി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വരികയാണ്. അത് താങ്ങാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടായ മതി എന്ന് പറഞ്ഞ ഉടനെ പ്രേമങ്ങൾ കയറി പിടിക്കുകയാണ് ചന്ദ്രയുടെ. എന്നിട്ട് പറയണേ, എന്തിനാടി അപ്പത്തേക്ക് വെക്കുന്ന, ഇപ്പം തന്നെ ആവാണ്ടി, നീ ഇങ്ങ് വാടി, നിനക്ക് എന്താടി ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുകയാണ് കേട്ടോ. അത്ര വേദന സഹിക്കാതെ പ്രേമയുടെ കൈ അങ്ങ് തട്ടി മാറ്റാണ്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ, റൂമിലേക്ക് അങ്ങ് പോവാണ്. എന്നിട്ട് പ്രേമ എന്നോടാണ് അവളുടെ കളി എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവാണ്. പിന്നീട് ദേവിക സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങാണ്. അപ്പോൾ പ്രിയോട് പറയണേ, ഞാൻ സിദ്ധുവിൻ്റെ വീട്ടിലേക്കാണെന്ന് പറയുമ്പോൾ, സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് ചേച്ചി പോകുന്നത് ആ ശരത്തിനും ചന്ദ്രയ്ക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവരെന്തിനാണാവോ ചേച്ചി അവിടേക്ക് പോകുന്നതിൽ ഇത്രയധികം പേടിക്കുന്നത്? അതോ അതിനെനിക്ക് മനസ്സിലായില്ലേ, പ്രേമേച്ചിയുടെ അസുഖമൊക്കെ മാറി പ്രേമേച്ചിക്ക് ഓർമ്മ എങ്ങാനും തിരിച്ചു കിട്ടിയാൽ അവരുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്താവില്ലേ? അവർ രണ്ടുപേരും കൂടിയാണ് പ്രേമേച്ചിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എത്തിയതെങ്കിൽ ആ കള്ളം എന്തായാലും പുറത്താവില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ പ്രിയ പറയണ, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ചേച്ചിക്കൊന്നും തോന്നരുത്, ഇവിടുത്തെ അമ്മയുടെ കാര്യം എന്തായി? അമ്മ പോയിട്ട് അമ്മയെ കാണാതായിട്ട് ഒരുപാട് ദിവസങ്ങളോളമായില്ലേ? അപ്പോൾ ദേവിക പറയണ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അമ്മയെ കണ്ടെത്തും എന്ന് തന്നെ
തന്നെയാണ് വിശ്വാസം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. നിരഞ്ജൻ വീട്ടിലേക്ക് എത്താണ്. അപ്പോൾ ജയശങ്കർ ചോദ്യം ചെയ്യാണ്, ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിന് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ജയശങ്കർ പറയണ, ആ ഫ്രണ്ട് എന്ന് പറയുന്നത് അത് മാലിനിയാണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിരഞ്ജൻ അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. അതെ, മാലിനിയാണെങ്കിൽ ഇപ്പോൾ അതിലൊരു കുഴപ്പമുള്ളത് എന്ന് പറഞ്ഞ് തർക്കിച്ചിട്ടാണ് നിരഞ്ജൻ അകത്ത് പോകുന്നത്. അങ്ങനെ കാഞ്ചനയോട് ചോദിക്കുകയാണ്, അല്ല അക്ഷര എവിടെയെന്ന് ചോദിക്കുമ്പോൾ അക്ഷര എവിടേക്കാണ് പോയത് എന്നൊന്നും എനിക്കറിയില്ല, കാരണം അത് ചോദിക്കാനും അത് പറയാനുമുള്ള അധികാരം നിരഞ്ജനില്ലല്ലോ. ഇന്നലെ നിരഞ്ജനും വന്നില്ലല്ലോ വീട്ടിലേക്ക്. നിരഞ്ജൻ എവിടെയായിരുന്നു? അതിനെക്കുറിച്ചൊന്നും നിരഞ്ജൻ പറഞ്ഞില്ലല്ലോ. ഓ, എന്നോട് മത്സരിക്കാനാണോ അക്ഷരയുടെ തീരുമാനം? മത്സരമൊന്നുമല്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുടുമ്പോഴും ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ രണ്ടുപേരും തോറ്റു പോവുകയാണ് ചെയ്യുന്നത്. ഭാര്യയും ഭർത്താവും വഴക്കിട്ടാൽ ഭാര്യയും ഭർത്താവും തന്നെയാണ് തോൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കി ജീവിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. അപ്പോൾ നിരഞ്ജൻ പറയണ, ഒരു കാര്യം അപ്പച്ചി ആദ്യം മനസ്സിലാക്കിക്കോ, എനിക്ക് അക്ഷര എന്ന് വെച്ചാൽ ജീവനാണ്. അക്ഷരയേക്കാളും വലുതായിട്ട് ഈ ഭൂമിയിൽ എനിക്ക് മറ്റൊന്നുമില്ല. പക്ഷേ അത് നിങ്ങൾക്കൊക്കെ വൈകാതെ തന്നെ മനസ്സിലാവും. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതും എല്ലാം നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിരഞ്ജൻ പോകുന്നത്. അത് കേട്ടപ്പോൾ എന്താ നിരഞ്ജൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, പിന്നെ എന്തിനാണാവോ അക്ഷരയോട് നിരഞ്ജൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ള ഭാവത്തിലാണ് കാഞ്ചന നിൽക്കുന്നത്. പിന്നീട് ശരത്ത് അക്ഷരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് എന്തിനാണ് നീ എന്നെ കാണണം എന്ന് പറഞ്ഞത്? ഇതിനെക്കുറിച്ച് പറയാൻ തന്നെയല്ലേ അക്ഷര മേഡത്തിനെ എവിടേക്ക് വിളിച്ചത്? എനിക്ക് നിരഞ്ജൻ സാറിനെ കുറിച്ചാണ് നിങ്ങളോട് എന്താണാവോ ആ പറയാനുള്ളത്? മാലിനിയെക്കുറിച്ച് ഓർത്ത് അക്ഷര ഇപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? അത് കേട്ടപ്പോൾ അക്ഷര തന്നെ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. മാലിനിയും നിരഞ്ജനും തമ്മിലുള്ള ബന്ധം നീ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിക്കും. അതൊക്കെ അറിഞ്ഞു, അതിരിക്കട്ടെ, പക്ഷേ ഞാൻ അവരെക്കുറിച്ചുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നിരഞ്ജനും മാലിനിയും തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് അക്ഷരയോട് അക്കാര്യം ആ രഹസ്യം പറയാമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അക്ഷര പറയണേ, എന്താണെങ്കിലും അങ്ങ് തുറന്നു പറ എന്ന്. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ തന്നെയല്ലേ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. ഈ സമയം ജയശങ്കർ സ്വാമിക്ക് വിളിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. നിരഞ്ജനെക്കുറിച്ചും മാലിനിയെക്കുറിച്ചുമുള്ള കാര്യം പറയാം കേട്ടോ. അപ്പോൾ നിരഞ്ജൻ ഡോക്ടർ ഇന്നലെ വീട്ടിലേക്ക് വന്നില്ല, മാലിനിയോടൊപ്പം ആയിരുന്നോ എന്നുള്ളത് സ്വാമി നീ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഒരു സ്വസ്ഥതയും സമാധാനവുമില്ല. എൻ്റെ മകൾ വല്ല കടുങ്കൈ ചെയ്യുമോ എന്നുള്ള പേടിയിലാണ് ഇപ്പോൾ. നിരഞ്ജനെ ഓർത്ത് എൻ്റെ മോൾ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, സാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അക്ഷര മേഡം അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുകയൊന്നുമില്ല. അക്ഷര മേഡം പുലിക്കുട്ടിയാണ്, അതുകൊണ്ട് സാർ അക്കാര്യത്തിലൊന്നും വെറുതെ ടെൻഷൻ ആവണ്ട. ഒരിക്കലും അക്ഷര മേഡം കടുങ്കൈയൊന്നും ചെയ്യില്ല. എന്തായാലും നിരഞ്ജൻ ഡോക്ടർ ഇന്നലെ എവിടെ ആയിരുന്നു എന്നുള്ളത് ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും. ഞാൻ കണ്ടുപിടിച്ച് സാറിനോട് പറഞ്ഞിരിക്കും എന്ന് പറയട്ടോ. ജയശങ്കറിനോട് സംസാരിച്ച ശേഷം ഫോൺ വയ്ക്കുകയാണ്. ഇനി സ്വാമി നേരെ ഇക്കാര്യങ്ങളൊക്കെ പറയാൻ തങ്കച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയം അക്ഷരയോട് ശരത്ത് പറയാൻ ഒരുങ്ങുകയാണ്. മാലിനി ദേവികയുടെ ചേച്ചിയാണെന്നുള്ള കാര്യം, ആ കാര്യം പറയാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന അക്ഷര അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ശരത്ത് കുറച്ച് കൂട്ടി പറയുകയാണ്, ദേവികയ്ക്ക് അറിയാം മാലിനിയും നിരഞ്ജനും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് ദേവികയ്ക്ക് അറിയാം, എന്നിട്ടും ദേവിക നിങ്ങളോടത് പറഞ്ഞില്ലല്ലോ. അതാണ് ദേവിക സ്വന്തം കാര്യത്തിന് വേണ്ടി നടക്കുന്നവളാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ എരിപിരി കയറ്റുന്നുണ്ട് അക്ഷരയെ. അങ്ങനെ ദേവികയെയും അക്ഷരയെയും വീണ്ടും തമ്മിൽ തല്ലിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ അക്ഷരയോട് ഇക്കാര്യങ്ങളെല്ലാം ശരത്ത് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.